ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 239. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 6 അനുഭാഗം 9 സൂക്തം 91. ഇതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്. മെഡിസിൻ്റെ ഓരോ വസ്തുവിൻ്റെ രാസപ്രവർത്തനം എല്ലാം അതിൻ്റെ ഇലക്ട്രോണിക് ഓർബിറ്റുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടാണുള്ളത്. ഇലക്ട്രോണിക് ഓർബിറ്റുകൾ നമ്മൾ മാക്സിമം സാധാരണ നിലയിൽ 6 ഓർബിറ്റ് ഉള്ളത്. പിന്നെ മാക്സിമം 8 വരെ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലതിലെല്ലാം 7 വരെയും എത്തിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ 8-ലെത്തിയത് മാക്സിമം തിയററ്റിക്കലി പോസിബിൾ ആണെങ്കിലും പ്രാക്ടിക്കലായിട്ട് അങ്ങനെ കാണുന്നില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്. നമുക്കതിലേക്ക് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 9 സൂക്തം 91. ഋഷി ഭൃഗോങ്കിരസ് ദേവത യക്ഷ്മനാശനം ഛന്ദസ് അനുഷ്ടുപ്പ്. ഇമം യുമഷ്ടായോഗൈഹി ഷഡ്യോഗേഭിരചക്രുഷു തേന തേ തന്നോ രഘോ വാചോ നമപ ധ്യായേ നഗ വാതോ വാതി നഗ് തപതി സൂര്യഃ നോചീനമഗ്ന്യാദുഹേ നഗ് ഭവതു തേ രപഃ ആപ ഇദ് വാ ഉഭേഷജോരാപോ അമീവ ചാതനീഹി ആപോ വിശ്വസ്യ ഭേഷജേസ്താസ്തേ ഗൃണന്തു ഭേഷജം. ഭാവാർത്ഥം: 8 കാളകളാലോ 6 കാളകളാലോ നിലം ഉഴുതു കിട്ടുന്ന യവത്തിലൂടെ ലഭിക്കുന്ന ഔഷധത്താൽ ഞാൻ രോഗകാരിണിയായ പാപത്തെ ഹനിക്കുന്നു. തപിക്കുന്ന സൂര്യന് തുല്യം അഥവാ ചലിക്കുന്ന വായുവിന് തുല്യം നിന്നിലെ പാപങ്ങളും അധോമുഖമായിട്ട് തീരട്ടെ. ജലരൂപത്തിലുള്ള ഈ യക്ഷ്മ നാശനം എന്ന ഔഷധം രോഗത്തെ നശിപ്പിക്കുന്ന സിദ്ധ ഔഷധമാണ്. അത് നിന്നിലെ രോഗത്തെ നശിപ്പിക്കും. ഇവിടെ 8 കാളകളാലോ 6 കാളകളാലോ നിലത് ഉഴുതു കിട്ടുന്ന യവത്തിലൂടെ ലഭിക്കുന്ന ഔഷധത്താൽ ഞാൻ രോഗകാരിണിയായ പാപത്തെ ഹരിക്കുന്നു. അപ്പം പാപത്തെ ഹരിക്കാൻ പറ്റിയ മരുന്നുകളെല്ലാം 8 കാളകള് അല്ലെ 6 കാളകളെ കൊണ്ട് ഉഴുക എന്ന് പറഞ്ഞാൽ പണ്ട് ആറ്റത്തിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ നിലം ഉഴുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലം ഉഴുമ്പോൾ നടുവിൽ ന്യൂക്ലിയസ് അതിൻ്റെ ചുറ്റും കാള ഇങ്ങനെ വട്ടത്തിലല്ലേ പോവുക. ഇപ്പോൾ 8 കാള കൊണ്ട് ഉദ്ദേശിച്ചത് 8 ഓർബിറ്റ് വരെ മാക്സിമം ആകാം, അല്ലേ 6 കാളകൾ. 6 സാധാരണ എല്ലാത്തിനും കാണുന്നത്, മാക്സിമം 6 വരെയാണ്. പക്ഷെ തിയററ്റിക്കലായിട്ട് 8 വരെ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. 8 ഓർബിറ്റ് വരെ ഒരാറ്റത്തിന് മാക്സിമം തിയററ്റിക്കലി പോസിബിൾ ആണ്. പക്ഷേ പ്രാക്ടിക്കലി ഇതുവരെ അത് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ 7 വരെയുള്ളതും അറിഞ്ഞിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ആ 8 കാളകളാലോ 6 കാളകളാലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം തിയററ്റിക്കലായിട്ട് 8 വരെ പോകാം, 6 കാളകൾ. അപ്പം അങ്ങനെയുള്ള ഓർബിറ്റുകൾ അൺസ്റ്റേബിളായി മാറും. അതായത് ആറ്റത്തിന്റെ വലിപ്പം കൂടി പോവുകയാണ്. ആറ്റത്തിന്റെ വലിപ്പം കൂടി പോകുമ്പോൾ ന്യൂക്ലിയസിന് ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഇലക്ട്രോണുകളെല്ലാം പെട്ടെന്ന് പോയിട്ട് വേറെ വല്ലതുമായിട്ട് കൂടിച്ചേരും, വളരെ ആക്റ്റീവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ അത്തരം വസ്തുക്കളെ, ആറ്റോമിക് നമ്പർ വളരെ കൂടിയിരിക്കുന്ന വസ്തുക്കളെ അങ്ങനെ ഉഴുതു കിട്ടുന്ന ഔഷധത്താൽ ഞാൻ രോഗകാരിണിയായ പാപത്തെ ഹരിക്കുന്നു. പല രോഗങ്ങളെയും അത്തരം വസ്തുക്കളെ കൊണ്ട്, ആറ്റോമിക് വസ്തുക്കൾ കൊണ്ട് ഹനിക്കാമെന്ന് പറയുകയാണ്. തപിക്കുന്ന സൂര്യന് തുല്യം
തപിക്കുന്ന സൂര്യന് തുല്യം ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നതനുസരിച്ച്, ഓർബിറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച്, അഥവാ ചലിക്കുന്ന വായുവിന് തുല്യം, അത് വളരെ വേഗത്തിൽ ഇലക്ട്രോണുകളെ പുറത്തേക്ക് തള്ളും. ചലിക്കുന്ന വായു പോലെയാണ്. അത്ര വലിയ ആറ്റങ്ങളാകുമ്പോൾ, ഓർബിറ്റ് വലുതാകുമ്പോൾ ന്യൂക്ലിയസിന് പിടിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ആറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതെന്താകും, ഇലക്ട്രോണെല്ലാം പുറത്തേക്ക് ചാടിക്കളി. അപ്പോൾ അത് ഭയങ്കര ആക്റ്റീവാണ്. നിന്നിലെ പാപങ്ങളും അധോമുഖമായി തീരട്ടെ. അപ്പോൾ അത്തരം അവസ്ഥകളിൽ രോഗങ്ങളെ അവർക്ക് മാറ്റാനുള്ള കഴിവ് അത്തരം ഔഷധങ്ങൾക്ക് കൂടുതലുണ്ട്. ജലരൂപത്തിലുള്ള ഈ യക്ഷ്മനാശനം എന്ന ഔഷധം, അപ്പോൾ യക്ഷ്മനാശനം എന്നൊരു ഔഷധത്തെ പറ്റിയും പറയുന്നുണ്ട്. ആ ഔഷധത്തിൻ്റെ, യക്ഷ്മനാശനം എന്ന ഔഷധം, അതിൻ്റെ സ്ട്രക്ചറൽ ഘടന ഏകദേശം ഇതേപോലെ 8 അല്ലെങ്കിൽ 6 കാളകളാലെ ഉഴുതുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണോ എന്ന് യക്ഷ്മനാശനം എന്ന രോഗത്തെ പറ്റി അനലൈസ് ചെയ്യണം. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? അപ്പം അതിലുള്ള ഇലക്ട്രോണുകൾ വളരെ പെട്ടെന്ന് പോയിട്ട് രോഗത്തെ, ആ ഗുണം കിട്ടുന്ന തരത്തിൽ ഉള്ള ഒരു ആറ്റോമിക് സ്ട്രക്ചറാണ് ഏതിനുള്ളത്? യക്ഷ്മനാശനം എന്ന ഔഷധത്തിനുള്ളത്. എല്ലാ രോഗത്തെയും നശിപ്പിക്കാനുള്ള സിദ്ധൌഷധമാണിത്. യക്ഷ്മനാശനം എന്ന ഔഷധത്തിന് ഇത്തരമുള്ള, അതായത് 6ഓ 8ഓ ഓർബിറ്റിൽ വരുന്ന ഇലക്ട്രോണുകളെ പോലെ പെട്ടെന്ന് അതിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ പുറത്തേക്ക് വഹിക്കുകയും, അങ്ങനെയുള്ള ആറ്റത്തിലുള്ള ഇലക്ട്രോണുകൾ എത്ര പെട്ടെന്ന് പുറത്തേക്ക് പോകുമോ അതുപോലെ ഈ യക്ഷ്മനാശനത്തിലുള്ള ഇലക്ട്രോണുകൾ, ആ സ്ട്രക്ചറിലുള്ള ആ മെറ്റീരിയൽ, യക്ഷ്മനാശനം എന്ന മെറ്റീരിയലിൻ്റെ സ്ട്രക്ചറിലുള്ള ഇലക്ട്രോണുകൾ വളരെ പെട്ടെന്ന് പുറത്തേക്ക് ചാടിയിട്ട് പല രോഗങ്ങളെയും ഹനിക്കുവാനുള്ള കഴിവുണ്ട്. അത് നിന്നിലെ രോഗത്തെ നശിപ്പിക്കട്ടെ. വളരെയധികം ഗവേഷണം അർഹിക്കുന്ന ഒരു ഏരിയയാണിത്.